നമസ്കാരം, എല്ലാവർക്കും സൈനൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് വളരെ രുചികരമായ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ ചിക്കൻ കറി എങ്ങനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിനായി ആദ്യം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചിക്കനിൽ നന്നായിട്ട് യോജിപ്പിക്കണം. തൈര് ചേർത്ത് കുഴയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ചിക്കൻ വളരെ സോഫ്റ്റായി കിട്ടും. അരപ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം 1 കപ്പ് തേങ്ങ ചിരകിയത് നന്നായി വറുത്തെടുക്കണം. ഇതിപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 സവാള ഇട്ട് നന്നായി വറുത്ത് കോരണം. ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ സവാളയും നേരത്തെ നമ്മൾ വറുത്ത് വെച്ചില്ലേ ആ തേങ്ങയും കൂടി മിക്സിയിൽ അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം. നന്നായിട്ട് നല്ല മഷി പോലെ അരയണം. ദാണ്ട ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ സവാള വറുത്ത ആ ഒരു പാനിൽ തന്നെ ആ ഒരു എണ്ണ മതി, ഇനി പുതുതായിട്ട് എണ്ണ ചേർക്കണ്ട. അതിൽ വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചതിട്ട് നല്ലതുപോലെ മൂപ്പിക്കുക. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് കൂടി ചേർക്കണം. ചെറിയ ഉള്ളി ഏകദേശം ഒരു 8-10 അല്ലി മതി. ഇനി ഒരു തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് എത്രത്തോളം എണ്ണയിൽ വഴലുന്നു അത്രത്തോളം നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിക്ക്. ഇനി നമുക്ക് കറി പൗഡറുകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്
എന്നിവ കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ കറി പൗഡറിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് മൂക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പുരളുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചില്ലേ തേങ്ങയും സവാളയും അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വേകണ്ടേ, അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പം മല്ലിയില കൂടി ചേർക്കണം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ ഇനം ഒരു തരം മല്ലിയിലയാണ്. ഇതിപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ചാറൊക്കെ അല്പം കുറുകി നന്നായിട്ട് എണ്ണ തെളിയണം. അതിന് നമുക്ക് തുറന്ന് വെച്ച് കുറച്ച് സമയം കൂടി വേവിക്കണം. ഈ ഒരു ടെക്സ്ചറിലാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.